പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എത്ര ഗ്ലാസ് വേണമെങ്കിലും കുടിച്ചു പോകും നമ്മൾ, അത്രയ്ക്ക് രുചിയുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു പച്ചരിയാണ് കേട്ടോ ഇത്. പച്ചരി ഞാൻ ഒരു കപ്പോളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു കപ്പ് പച്ചരി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചരിയുടെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പച്ചരി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഓരോരുത്തരുടെയും കുക്കറിൽ വേവിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 5 വിസിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കുക്കർ മൂടി വെച്ച് നമുക്കിത് ഒരു 5 വിസിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കർ ഒരു 5 വിസിലൊക്കെ വന്ന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എയറൊക്കെ തന്നെ റിലീസായി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ പച്ചരിയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് പച്ചരി വെന്ത് കിട്ടണം. അപ്പോഴാണ് പായസം കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇനിയും ഈ ഒരു പച്ചരി ശർക്കരപ്പാനിയിലും തേങ്ങാപ്പാലിലും ഒക്കെ ഇട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ചരി ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ കുക്കറിൽ നിന്ന് തന്നെ പച്ചരി നല്ല പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കും. ഇനി ഞാനിതാ ഗ്യാസ് അടുപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 അച്ച് ശർക്കര ഒന്ന് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അരിച്ച് കൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം. എടുത്തിട്ടുള്ള ഈ ഒരു കപ്പ് പച്ചരി കൊണ്ട് നമുക്ക് 15 ഗ്ലാസോളം പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത്രയും അളവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചരിയുടെ അളവും കുറച്ചെടുത്താൽ മതി. വേവിച്ചെടുത്തിട്ടുള്ള പച്ചരി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പോളം 2ാം പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സമയത്തൊക്കെ ഇത് കണ്ടില്ലേ, പച്ചരിയൊക്കെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. നമ്മളിത് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ കട്ടകളൊക്കെ വിട്ടു പോരുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 1/2 ഭാഗത്തോളം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ പച്ചരിയിലൊക്കെ നല്ല പോലെ തന്നെ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ തിളച്ച് കുറുകി വറ്റി വരുന്ന സമയത്ത് ഈ ഒരു പായസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചരിയിൽ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മളിത് പച്ചരി കൊണ്ടാണ് ഈ പായസം തയ്യാറാക്കി എടുത്തതെന്ന് കുടിക്കുമ്പം അറിയാനേ പറ്റില്ല. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതുപോലെ പായസം തയ്യാറാക്കി എടുക്കുമ്പോൾ. അങ്ങനെതാ നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പച്ചരിയൊക്കെ ഒന്നും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ പച്ചരിയിൽ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ ഒരു 2 ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുത്തതാണിത്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും പായസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ അതിൽ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനത്തെ നമ്മുടെ പായസം വീണ്ടും ഞാൻ നല്ല പോലെ തന്നെ തിളപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ക്രീമി പരുവത്തിലുള്ള തേങ്ങാപ്പാലാണിത്. ഞാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തൊന്ന് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെയായിട്ട് ഓരോ തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പായസം കുടിക്കുക. ചൂടോടുകൂടെ തന്നെ പായസം കുടിക്കുമ്പോൾ നമുക്ക് പായസത്തിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ നമ്മുടെ പായസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്.
എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊന്നും ഇട്ട് വറുത്തെടുത്ത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറു ചൂടോടുകൂടി നമുക്ക് ഈ പായസം കുടിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പച്ചരിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവല്ലോ, അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെ നമുക്ക് പച്ചരി വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ പായസം. അപ്പം ഓണത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.